ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 6. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ ഒരു ഈക്ഷണത്തോടുകൂടി, ഒരു നോട്ടത്തോടുകൂടി ഉണർന്ന മായയിൽ സമനിലയിലായിരുന്ന ത്രിഗുണങ്ങളെ ഉണർത്തി പിന്നീട് അതിൽ നിന്നും ബുദ്ധിതത്വം അല്ലെങ്കിൽ മഹത്തത്വം ഉണർന്നു എന്ന്. അതിനുശേഷമുണ്ടായ പ്രകൃതിയുടെ ഉത്ഭവത്തിനെ കുറിക്കുന്ന പിന്നത്തുണ്ടായ കാര്യം എന്താണ്? സത്വം, രജസ്, തമസ് എന്നുള്ള ആ 3 ഗുണങ്ങളോട് കൂടിയ മഹത്തത്വം രണ്ടായിട്ട് പിരിഞ്ഞു അല്ലേ? അഹംബോധവും അഹങ്കാരതത്വമായിട്ട് പിരിഞ്ഞു. അഹംബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ഏറ്റവും വലിയ ആ ഭക്തിഭാവം ഉണ്ടാവലാണ്. രണ്ടാമതായിട്ടുള്ളത് അഹങ്കാരതത്വമാണ്. അഹങ്കാരവും നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയുള്ള ഗമ അല്ലെങ്കിൽ മതം എന്നൊക്കെ പറയില്ലേ, ആ അഹങ്കാരമല്ല, വ്യക്തിത്വബോധമാണ് അത്. ഞാൻ ഇന്ന ആളാണ്, ഞാനിവിടെ താമസിക്കുന്നു, ഇന്ന ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അതിനെയാണ് അഹങ്കാരം എന്ന് പറയാം. അങ്ങനെ അത് രണ്ടായിട്ട് പിരിഞ്ഞു, അഹംബോധമായിട്ടും അഹങ്കാരമായിട്ടും എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ അഹങ്കാരതത്വം വീണ്ടും 3ആയിട്ട് പിരിയുന്നു. സത്വം, രജസ്, തമസ് എന്നാണ്. അതിൽ സത്വത്തിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കിപ്പോൾ ഭക്തി ഉണ്ടാവാൻ ഇത്ര വിശദമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എത്രയോ ചുരുക്കിയാണ് മേൽപ്പത്തൂർ പറയണത്, നമ്മളിത് കേട്ടാൽ പോരെ. അതുകൊണ്ട് നമുക്കിത് ശ്രദ്ധിക്കുക വേണം. 6-ാമത്തെ ശ്ലോകം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയ തൈജസ സതാമസാ വിധിഭവൻ ആദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ അകൃതദിശാവാതാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഇന്ന ഈശ്വരന്മാരാണ് എന്നാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. സോ അഹം ച, സ അഹം ച, ആ അഹങ്കാരതത്വം ആകട്ടെ, ത്രിഗുണക്രമാത്, 3 ഗുണങ്ങളുടെ ക്രമം കൊണ്ട്, സത്വം, രജസ്, തമസ് എന്നുള്ള ആ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് ത്രിവിധം ആസാദ്യ, 3 തരത്തിലുള്ള അവസ്ഥയെ പ്രാപിച്ചു. വൈകാരിക ഭൂയ തൈജസ താമസൗ ഇതി ഭവൻ, ആ പേരുകളാണ് പറയണത്. വൈകാരികം എന്ന് പലപ്പോഴും ഭാഗവതത്തിലും പറയണത് സാത്വികം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ തൈജസം എന്ന് പറയുന്നത് രാജസ ഗുണത്തിനെയാണ്. പിന്നെ താമസത്തിന് താമസം തന്നെ പറയുന്നു. ഈ 3 ആയി പിരിഞ്ഞു എന്ന് പറയുന്നത്. അഹങ്കാര തത്വത്തിൻ്റെ 3 പിരിവുകൾ ഇതാകുന്നു: വൈകാരിക, തൈജസ, താമസ, സത്വരജസ് തമോ ഗുണങ്ങൾ. ആദ്യേന സത്വാത്മന, ഇതിൽ ആദ്യത്തേതായിട്ടുള്ള സാത്വിക അഹങ്കാരം കൊണ്ട് ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത, ഓരോ ഇന്ദ്രിയങ്ങളുടെയും 10 ഇന്ദ്രിയങ്ങളാണുള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്. അതുപോലെ തന്നെ 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്: വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഓരോ ദേവതമാരുണ്ട്. അവരെയാണ് ആദ്യം തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പം മായ അഹങ്കാരം അഹംതത്വമായി, ആ അഹങ്കാരതത്വം 3ആയി, സത്വരജസ് തമസ് എന്നുള്ള ഗുണം. അതിൽ സാത്വിക അഹങ്കാരം ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് 10 ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതമാരെയാണ്. അവരാരൊക്കെയാണ്? ദിശാവാദ അർക്കപാശി അശ്വിനൗ വന്നി ഇന്ദ്ര അച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഇത്രയും 10 പേരാണ് ഇതിൻ്റെ അടിസ്ഥാന ദേവതമാർ. ദിശ എന്ന് പറഞ്ഞാൽ ദിക്പാലന്മാരാണ്. വാദം വായുവാണ്. അർക്കൻ സൂര്യൻ. പാശി എന്ന് പറഞ്ഞാൽ വരുണനാണ്. അശ്വിനൗ അശ്വിനി കുമാരന്മാർ.
വന്നി അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ വാസുദേവൻ, ഉപേന്ദ്രൻ എന്നും പറയും. പിന്നെ മിത്രന്മാർ വിധു, വിധി. വിധു എന്താ? ചന്ദ്രൻ. വിധി ബ്രഹ്മാവ്. ശ്രീരുദ്രൻ രുദ്രഭഗവാൻ. ശാരീരകാൻ ക്ഷേത്രജ്ഞൻ. ഇവരാണ് ആ ദേവതമാർ എന്നറിഞ്ഞാലും. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അപ്പോൾ 10. കൂടാതെ 14 പേര് ഇതിൽ പറയുന്നുണ്ട്. അത് അന്ധക്കരണ വൃത്തികൾ 4, മനസ്സ്, ചിത്ത്, അഹങ്കാരം, അങ്ങനെയുള്ള ആ 4 അന്ധക്കരണ വൃത്തികൾക്ക് 4 ദേവന്മാരും കൂടിയിട്ടാണ് 14 ആൾക്കാരുടെ പേരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദിശാവാദ, അർക്ക, പാശി, അശ്വിനൗ, വന്നി, ഇന്ദ്ര, അച്യുത, മിത്ര, വിധു, വിധി, ശ്രീരുദ്ര, ശാരീരകാൻ. എന്തുകൊണ്ടാണ് ഈ ദേവതമാർ ഓരോന്നിനെയും ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ശ്രോത്രം അല്ലെങ്കിൽ ചെവിക്ക് ദേവത ദിക്കാകുന്നു, ദിക്പാലന്മാരാകുന്നു. അപ്പോൾ ശബ്ദം കൂടുമ്പോൾ ദിക്ക് നടുങ്ങി ദിക്പാലന്മാർ വിറച്ചു എന്നൊക്കെ പറയും. പിന്നെ ത്വക്കിൻ്റെ ദേവതയാണ് വായു. കാറ്റിനനുസരിച്ച് ചൂടും തണുപ്പും വരൾച്ചയും നല്ല സുഖകരമായ അവസ്ഥ, ശീതളം ആയിട്ടുള്ള കാര്യമൊക്കെ ത്വക്കിൽ കൂടിയാണ് നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റുന്നത്. അങ്ങനെ ത്വക്കിൻ്റെ ദേവത വായു ആകുന്നു. വായു ത്വക്കിൻ്റെ ദേവതയാണ്. അതുപോലെ അർക്കൻ, സൂര്യൻ കണ്ണിൻ്റെ ദേവത. വെളിച്ചം കൊണ്ടല്ലേ കണ്ണ് അതിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ ഒരു കവി പറയുന്നുണ്ടല്ലോ, പുറം കണ്ണ് തുറപ്പിക്കും പുലർവേളയിൽ അംശുമാൻ. സൂര്യൻ വന്നാലാണ് പുറത്ത് കാണുന്ന ഈ കണ്ണ് നമുക്ക് തുറക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും സാധിക്കുക. അപ്പോൾ കണ്ണിൻ്റെ ദേവത സൂര്യനാകുന്നു. പിന്നെ വരുണൻ, പാശി ആരുടെ ദേവതയാണ്? രസനയുടെ, നാവിൻ്റെ, രുചിയുടെ ദേവതയാണ് വരുണൻ. നാവിന് എപ്പോഴും നനവാണ്, വെള്ളം. അപ്പോൾ തീർച്ചയായിട്ടും വരുണൻ തന്നെ ആയിരിക്കണം അതിൻ്റെ ദേവത. പിന്നെ മൂക്ക്, 2 മൂക്കുകളുണ്ട് അടുത്തടുത്ത്. അപ്പോൾ ഇരട്ട ദേവതകളായിട്ടുള്ള അശ്വിനി കുമാരന്മാരാണ് ഘ്രാണത്തിൻ്റെ, മൂക്കിൻ്റെ ദേവത എന്നറിഞ്ഞാൽ. ശ്രോത്രത്തിന് ദിക്കുകളാണ്. ത്വക്കിന് വായുവാണ്. കണ്ണിനാണ് അർക്കൻ. നാവിന് വരുണനാകുന്നു, പാശി എന്ന് പറഞ്ഞ വരുണൻ. മൂക്കിന് അശ്വിനി കുമാരന്മാരാകുന്നു. ഇതിനിടയ്ക്ക് വരും, അതുകൊണ്ടാണ് വിസ്തരിച്ച് പറഞ്ഞത്. പിന്നെ ഉള്ളത് കർമ്മേന്ദ്രിയങ്ങളാണ്. അത് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അതാണ് വാക്കിൻ്റെ ദേവത അഗ്നിയാകുന്നു. വാക്ക് അഗ്നിയാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. മനുഷ്യരുടെ ഹൃദയത്തിനെ പൊള്ളിക്കാനും അതേപോലെ അതിന് വളരെ കുളിർമ കൊടുക്കാനും ശാന്തി നൽകുന്ന ഒരു ദീപനാളം പോലെയുള്ള വാക്കുകൾ പറയാനും ഒക്കെ അഗ്നിദേവതയായതുകൊണ്ട് വാക്കിന് സാധിക്കുന്നു. പിന്നെ പാണി, കൈകൾ ആണ് 2ാമത്തെ കർമ്മേന്ദ്രിയമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ദേവതയാണ് ഇന്ദ്രൻ. കർമ്മം, രാജസ പ്രവൃത്തി, എപ്പോഴും പ്രവൃത്തി, അതാണ് ഇന്ദ്രൻ്റെ ഒരു മുഖമുദ്ര. അപ്പോൾ കൈകളുടെ ദേവതയാണ് ഇന്ദ്രൻ. പിന്നെ പറയുന്നത് അച്യുതൻ, വാസുദേവൻ, പാദങ്ങളുടെ ദേവതയാണ്. പാദം, ഭഗവാനും പാദവുമായിട്ട് ബന്ധമുണ്ട്. പാദം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് ഭൂമിയിൽ. അതുപോലെ തന്നെ നമ്മൾക്ക് ഉറപ്പിച്ച് പിടിക്കാവുന്ന ഒരു സ്ഥാനവും എന്നൊക്കെ പറയും. അതാണ് ഭഗവാൻ വാസുദേവൻ. കൂടസ്ഥം എന്നൊക്കെ പറയും. പിന്നെ പായു എന്ന് പറഞ്ഞാൽ ഗുദം അല്ലെങ്കിൽ വിസർജനേന്ദ്രിയമാണ്. അതിൻ്റെ ദേവത മിത്രനാകുന്നു. ഉപസ്ഥം ജനനേന്ദ്രിയമാണ്. അതിൻ്റെ ദേവതയാണ് പ്രജാപതി. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥമാണ്. അവരുടെ ദേവതമാരാണ് അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി എന്നുള്ളവർ. പിന്നെ പറയണത് വിധു, വിധി, ശ്രീരുദ്ര, ശാരീരകാൻ. 4 ആളെയാണ്. വിധു എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ. മനസ്സിൻ്റെ ദേവത ചന്ദ്രനാകുന്നു. ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവാണ്. അഹങ്കാരത്തിൻ്റെ ദേവത രുദ്രനാണ്. ചിത്തത്തിൻ്റെ ദേവത വാസുദേവനും ആകുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളുടെ സകല പ്രവൃത്തികളും നിയന്ത്രിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണവും അതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന 14 ദേവന്മാരാണ് ആദ്യമായിട്ട് അഹങ്കാര തത്വത്തിൽ നിന്നും ഉണ്ടായത്. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം. ത്രിഗുണങ്ങൾ ക്രമത്തിൽ 3 തരത്തിൽ
സോ അഹം ച അഹങ്കാരതത്വത്തിൽ നിന്നും ഉണ്ടായി. ആസാദ്യ വൈകാരികോ ഭൂയ തൈജസ താമസാവിധി ഭവത്. വൈകാരികം അല്ലെങ്കിൽ സാത്വികം, തൈജസം അല്ലെങ്കിൽ രാജസം, താമസം എന്നീ 3 തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടായത് ആ അഹങ്കാരതത്വം പിരിഞ്ഞ സത്വം എന്ന ഗുണത്തിൽ നിന്നും ആകുന്നു. ആദ്യത്തെ 4 വരിയിൽ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സകല ഇന്ദ്രിയങ്ങൾക്കും അഭിമാനികളായിട്ടുള്ള ദേവതമാർ, ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത, ആദ്യമായിട്ട് കൃതം ചെയ്ത കാര്യം